പ്രിയ മോമിനിയങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുവാനും അള്ളാഹു ബഹുമാനിച്ചവരിൽ നമ്മളെ ആക്കി തീർക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവർക്കും നല്ല വഴി കാണിച്ചു തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നല്ല വഴി, നേരായ വഴി, സിറാത്തുൽ മുസ്തഖീം, ആ നല്ലൊരു വഴി ഖുർആൻ്റെ വഴി മാത്രമാണ്. വേറുള്ള വഴികൾ നല്ല വഴിയായിട്ട് നമുക്ക് മുസ്ലിമായ ഒരു മനുഷ്യന്, മുസ്ലിം മോമിനായവർക്ക് കഴിയുകയില്ല. അള്ളാഹു നമുക്ക് ഒരുപാട് നിയമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവനാണ്. അതിൽ കുറേ ആൾക്കാർക്ക് കുറേ വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിഷമങ്ങളും കഷ്ടതകളൊക്കെ വരും. അതൊന്നും അള്ളാഹു നമുക്ക് വേണമെന്ന് വെച്ച് നൽകിയതല്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതെല്ലാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കിണറ്റിലെ വെള്ളം ആകെ വെടുക്കായി പോയി. അതെങ്ങനെ വെറുതെ വെടുക്കാവോ? അതിലെന്തെങ്കിലും ഇലകൾ വീഴുക, അല്ലെങ്കിൽ ചവറുകൾ എന്തെങ്കിലും പാറി വീഴുക, നമുക്ക് അതിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ അടിയിൽ ചളി നിറഞ്ഞ് പിന്നെ അങ്ങനെ വെള്ളം വാസന, ദുർഗന്ധങ്ങളൊക്കെ വരും. നേരെ മറിച്ച് ആ കിണറിനെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ചളികളെല്ലാം വാരി പുറത്ത് വലിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി, നല്ല വൃത്തിയാക്കി ആ വെള്ളമൊക്കെ പുറത്ത് കളഞ്ഞ് ശുദ്ധിയാക്കി കളഞ്ഞാൽ വീണ്ടും അതിൽ വരുന്ന വെള്ളം നല്ല ശുദ്ധമായിരിക്കും, തെളിഞ്ഞ വെള്ളമായിരിക്കും. അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് എത്രയോ റാഹത്ത്, ഒരു സന്തോഷം കാണാം. അത് ഈ പൊട്ടക്കിണർ എന്നൊക്കെ പറയുമല്ലോ, ഈ കിണറിൽ നമ്മൾ നോക്കിയാലോ നമുക്കൊരു വിഷമം, ബേജാറ്, അയ്യോ നാറിയിട്ട് അത് വാസന, ഭയങ്കര ദുർഗന്ധം, വെള്ളം ശരിയില്ല, തൊടാൻ കഴിയില്ല, എടുക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? അതിൽ ആ ഒരു കിണർ, അതിൻ്റെ ഉള്ളിലെ കച്ചറ, ചളി, ഇതെല്ലാം, ഈ കച്ചറകളും പിന്നെ അതിൻ്റെ ചെളി, അഴുക്കുകളൊക്കെ വലിച്ച് അത് നല്ല ക്ലീനാക്കി കഴിഞ്ഞാൽ, വൃത്തിയാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് അതിന് വെള്ളമൊക്കെ പുറത്ത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന വെള്ളം നല്ല ശുദ്ധമായിരിക്കുന്ന വെള്ളമായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതേപോലെ സൂറത്തുൽ ലൈൽ, ആ ഒരു സൂറത്തിൽ പറയുന്നത് കേൾക്കാം, പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? വദ്ദുഹ വല്ലൈലി ഇദാ സജ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. വല്ലൈലി ഇദാ യാശ വന്നഹാരി ഇദാ ജല്ല, അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ രാത്രി ഇങ്ങനെ ആവുമ്പോൾ ഇരുട്ടായി പോവും. ആ ഇരുട്ട് ആക്കിയവനാണ് തന്നെ സത്യം. കണ്ടോ? ഒരു ഇരുട്ടായിട്ട് ഇങ്ങനെ വരും. പിന്നെ പകലാവുമ്പോൾ, ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ പകലുള്ള എല്ലാം പ്രത്യക്ഷമായി നമുക്ക് കാണും. അപ്പോൾ ഒന്ന് അപ്രത്യക്ഷമാണ്, വേറൊന്ന് പ്രത്യക്ഷമാണ്. കണ്ടോ? രണ്ടെണ്ണമാണ്, വിരുദ്ധാണ്. ഒന്നിന് വിരുദ്ധാണ്. രാവ് പോലെയല്ല പകൽ പോലെയല്ല രാത്രി. അങ്ങനെ വ്യത്യസ്തങ്ങളാണ്. ഇത് ഒന്ന് അഴുക്കാവുമ്പോൾ വേറൊന്ന് അതിന് ഓപ്പോസിറ്റ്, അങ്ങനെ പ്രവർത്തിച്ച് കാണാം. അങ്ങനെ കാണുന്നില്ല. ഇതേപോലെയാണ് അള്ളാഹു. അത് ഒരു ആണ്, ഒമാ ഖലഖ ദക്കറ വൽ ഉൻസ, ഒരു സ്ത്രീ ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെയല്ല സ്ത്രീ ചെയ്യുന്നത്, വ്യത്യസ്തങ്ങളാണ്. അത് രണ്ടും വ്യത്യസ്തമാണ്. ഖുർആനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെ വിശദമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഈ സ്ത്രീ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളല്ല പുരുഷൻ പ്രവർത്തിക്കുന്നത്. പുരുഷനെ പോലെ സ്ത്രീക്ക് പ്രവർത്തിക്കാനോ സ്ത്രീ പ്രവർത്തിക്കുന്നത് പോലെ പുരുഷന് പ്രവർത്തിക്കാനോ കഴിയുകയില്ല. അതൊരു മനോഹരിതയാണ്. സ്ത്രീൻ്റെ എത്രയോ ഭംഗിയിലാണ്, എത്രയോ ഒരു മനോഹരമായിട്ടാണ് സ്ത്രീകളൊക്കെ ഒരു കാര്യങ്ങൾ പറയുക, ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. നല്ലൊരു അത് കേൾക്കാനും തന്നെ നല്ലൊരു മനോഹരങ്ങളാണ്. കണ്ടോ? പുരുഷൻ അങ്ങനെയല്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയുകയില്ല. പുരുഷന് വ്യത്യസ്തമാണ്. ഖുർആൻ അതാ പറയുന്നത്. അതേപോലെ എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ പുരുഷന്മാരും ഒരേപോലെ ആവില്ല. എല്ലാ സ്ത്രീകളും ഒരേപോലെ ആവില്ല. കണ്ടോ? ഒരാൾക്ക് ഒരു ഭാഷ അറിഞ്ഞേക്കാം, ചില ആളുകൾക്ക് 18 ഭാഷ അറിഞ്ഞേക്കാം, ചില ആളുകൾക്ക് കൂടുതലുള്ള ഭാഷകൾ അറിഞ്ഞേക്കാം. അപ്പോൾ ഒന്നൊന്നിന് വ്യത്യസ്തമാണ് ചെയ്യുന്നത്. ഖുർആൻ അതാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കിണറ്റിലെ വെള്ളം അത് ശുദ്ധിയാക്കിയാൽ അതിൻ്റെ ചളി അതെല്ലാം വാരി അത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എത്ര കാണാൻ നല്ല ശുദ്ധിയാണ്. അത് ഉപയോഗിക്കാനും അതിൽ നോക്കാൻ തന്നെ നമുക്ക് നല്ലൊരു ഇതാണ്. വെറുതെ കാണുമ്പോൾ അതിനൊരു കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകുക എന്ന് തോന്നിപ്പോവും. അത്ര ശുദ്ധിയാണ്. മുന്നേ കണ്ടതോ ചളി നിറഞ്ഞ് പുല്ലൊക്കെ കെട്ടി അത് വൃത്തികേടായത് നമുക്ക് അതിലേക്ക് അടുക്കാനോ അത് തൊടാൻ പോലോ അതിൻ്റെ അടുത്ത് ചെല്ലാൻ പോലോ നമുക്ക് മനസ്സ് അനുവദിക്കുകയില്ല. നമ്മുടെ മനസ്സ് അതിന് ഉത്സാഹപ്പെടുകയില്ല. ഇതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. എന്താണെന്നറിയോ? ഒരു മനുഷ്യന് അവന് നന്നായിപ്പോയാൽ എത്ര നല്ലതാണ്. അവൻ്റെ ഹൃദയം നന്നായിപ്പോയാൽ, നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയ, കുശുമ്പ്, പിന്നെ ഈ കെട്ട മാലിന്യമായ ഒരാളോട് പറ്റിയുള്ള അസൂയ, പിന്നെ ഹൃദയങ്ങളിൽ നുജുബ്, പിന്നെ ഞാൻ വലിയവനാണെന്നുള്ള ഒരു ബോധം, മറ്റേ അസൂയ പറയാം വേറുള്ളതിനെ പറ്റിയിട്ട്, ഫിത്നകളും ഫസാദുകളും പിന്നെ കളവുകളും എല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. വേറെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഫുള്ള് മാലിന്യമാണ്. അതിനെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് നാം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈമാൻ എന്ന നൂറ് അതിൽ പ്രകാശിക്കുക. ആ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നന്നായി പോയില്ലോ. ഈ എല്ലാ വെള്ളത്തിനും തള്ളിക്കളഞ്ഞപ്പോൾ വേറെ വിശ്വാസങ്ങൾ, പല വിശ്വാസങ്ങളെയും നാം ഹൃദയത്തിൽ വെച്ചപ്പോൾ നമുക്ക് അള്ളാഹു എന്താക്കി? എല്ലാം കുടുസാക്കി തന്ന്. ഒരു കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരാളോടുള്ള പക, വിരോധം, പിന്നെ അവനോടുള്ള അസൂയ, അതുകൊണ്ടെല്ലാം അള്ളാഹു നമുക്ക് എന്താക്കും? കുടുസാക്കി തരും നമ്മുടെ കാര്യങ്ങളൊക്കെ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, മുന്നോട്ട് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ, പിന്നെ നല്ല കാര്യത്തിലേക്കുള്ള പോകാനുള്ള വഴികൾ, ഇതെല്ലാം തടയപ്പെടോടെ നമുക്ക് തടഞ്ഞു നിർത്തി വെക്കും. മറിച്ച് നമ്മുടെ എല്ലാം അത് ശുദ്ധമാക്കി ക്ലീനാക്കി നമ്മുടെ ഹൃദയം അസൂയയില്ല, അഹംഭാവമില്ല, കിബിറില്ല, ഉൾനാട്യമില്ല, ഒരാളോട് വേറുള്ള വെറുപ്പോ വൈരാഗ്യങ്ങളോ അതൊന്നും നമ്മുടെ കൽബിലില്ല, കളവില്ല, വഞ്ചനയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ കൽബുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും തുറന്നാക്കി തരും. വെളിച്ചമാക്കി എല്ലാം തുറന്ന് എല്ലാം വിശാലമാക്കി തരും. അപ്പോൾ ആര് കുടുസാക്കി വെക്കുന്നുവോ അവൻ അള്ളാഹു കുടുസാക്കിയിട്ട് തന്നെ വിടും. അവനെ നല്ല ഞെരുക്കത്തിലും കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഇടങ്ങറിലും എല്ലാം ആക്കിയിട്ട് അവനെ അള്ളാഹു മാറ്റും. നേരെ മറിച്ച് ആര് വിശാലതയാക്കുന്നുവോ, ശുദ്ധിയാക്കി അതിനെ വിശാലതയോടെ കാണുന്നുവോ അവനക്ക് അള്ളാഹു നല്ല വെളിച്ചമാക്കി കൊടുക്കും. ഇതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഒരാളുടെ പ്രവർത്തനമല്ല മറ്റൊരാളുടെ പ്രവർത്തനം, ഒരാളുടെ ജീവിതമല്ല മറ്റൊരാളുടെ ജീവിതം. എല്ലാം വ്യത്യസ്തമായതാണ്. എല്ലാം ഒന്നിനോട് വ്യത്യസ്തപ്പെട്ടതാണ്. പിന്നെ തൊട്ടടുത്ത് പറയുന്നതാണ് നിങ്ങളിലുള്ളത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. നമ്മളിൽ എന്തൊരു കാര്യമുണ്ടോ, അറിവുള്ളവനാണെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണല്ലോ ഒരു നാഫിയായ ഇൽമ്. അത് പഠിപ്പിച്ചു കൊടുക്കുക.
പിന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവനായിട്ട് മുതലുണ്ട്, സമ്പത്തുകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, പിന്നെ സഹായം, തടി ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ അവനക്ക് അവൻ്റെ തടി ഉപകാരങ്ങൾ ചെയ്യാം. ഇനി തടി ഉപകാരം ചെയ്യാൻ കഴിയില്ല, അവനോട് സമ്പത്ത് കൊടുക്കാനും കഴിയില്ല, അവനോട് ഒന്നും കൊണ്ടും സാധ്യമില്ലെങ്കിൽ അവൻ്റെ മനസ്സുകൊണ്ട് അവരെ സഹായിക്കുക. അങ്ങനെയാണ് ഒരു മുഅ്മിന് ജീവിക്കേണ്ടത്, ഒരു മുസ്ലിം അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഖുർആനിൽ അങ്ങനെ കാണുന്നത്. ഒരു മുസ്ലിമായി മനുഷ്യനെ ജീവിക്കേണ്ട ജീവിതമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് മുഹബ്ബത്തുണ്ടായിരിക്കണം. നാം മുന്നേ പറഞ്ഞല്ലോ, മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു, ഒരാളുടെ ഒരു വലത്തെ കൈയാവുമ്പോൾ എടുത്ത കൈ നിൻ്റെ സഹോദരനായിട്ട് കാണണം. രണ്ട് കൈയും ചേരുമ്പോഴാണല്ലോ ഒരു ശബ്ദം ഉണ്ടാകുക. ആ രണ്ട് കൈയും അടിച്ചാൽ ശബ്ദം പറഞ്ഞെങ്കിൽ രണ്ട് കൈയും അടിക്കുമ്പോഴാണല്ലോ കയ്യടി ശബ്ദം ഉണ്ടാകുക. കൈ വേറെ ഒരു സാധനത്തിൽ കൊണ്ടടിച്ചാൽ മതിലിലോ മരത്തിലോ അടിച്ചാൽ ആ കയ്യടി ശബ്ദമാകൂലല്ലോ, കയ്യടിച്ച് വേറൊരു ശബ്ദമായി മാറും. ചെണ്ടക്ക് അടിച്ചാൽ ചെണ്ട ശബ്ദമായി മാറും, ഇരുമ്പിനടിച്ചാൽ ഇരുമ്പ് ശബ്ദമായിട്ട് മാറും, പാട്ടൊക്കെ അടിച്ചാൽ പാട്ട ശബ്ദമായിട്ട് മാറും. ഇങ്ങനെ ഓരോന്നാണ്, വ്യത്യസ്തങ്ങളാണ് നമ്മുടെ രൂപങ്ങളും പ്രവർത്തനങ്ങളും. കയ്യടി ആവണമെങ്കിൽ കൈ രണ്ടും കൂട്ടിയടിക്കണം, അപ്പോൾ കയ്യടിയാവും. ഇതുപോലാണ് ഈമാനുള്ള മനുഷ്യന് അവൻ്റെ ഹൃദയത്തിന്, ഈമാനുള്ളവനാവണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കളയാം. ഏത് ഈ അസൂയ, കുശുമ്പ് അതെല്ലാം എടുത്ത് കളയുന്നതോടൊപ്പം നിങ്ങളിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുക. നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേലും ബർക്കത്ത് ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ ബർക്കത്ത്, അള്ളാഹിൻ്റെ സലാമത്ത് നിങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഏറ്റവും വലിയ സലാമത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിം, അത് പരിചയം ഉള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതാണത്, ചുരുങ്ങിയ ഒരു സ്വതക്ക. ആ സ്വതക്ക നമ്മൾ നൽകുക, അവർ നമുക്ക് തിരിച്ച് സ്വതക്ക ചെയ്യും. നീ ഒരുത്തനോട് സലാം പറയുമ്പോഴാണല്ലോ തിരിച്ച് അവന് അതേപോലെ നീക്ക് പ്രാർത്ഥിക്കുകയുള്ളൂ. നേരെ മറിച്ച് നീ വേറൊരാളത്തെ പ്രസാദം കുസുമ്പും ഫിത്തനയും പറയാൻ പോയാൽ അവന് അത് കേട്ടിട്ട് വേറൊരുത്തനോട് അന്നെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയും. ഇതാണല്ലോ. അപ്പം മനുഷ്യനാണ് ചെയ്യുന്നത് ഓരോ അക്രമങ്ങൾ. ഇതൊന്നും അള്ളാഹു അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്ത ഫലം നമ്മൾ അനുഭവിക്കുകയാണ്. ഈ ലോകത്ത് നല്ലതിനും വെടുക്കിനും ഖൈറ് ഷർറ് എല്ലാം അള്ളാഹുവിൻ്റെ ഖദാ അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ സൂറത്തിൽ അധികമായിട്ട് പറയുന്നത് സ്വതക്ക ചെയ്യുക എന്നതാണ്. നിങ്ങളുള്ള മുതൽ, സമ്പത്ത് അത് മറ്റുള്ളവർക്ക് ദാനം ധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുള്ള സ്വത്തുണ്ടല്ലോ, നിങ്ങൾ ബാക്കി വെച്ചത് അതിൽ അള്ളാഹു ഒരു ബർക്കത്ത് ചെയ്യും, അത് അധികമാക്കി തരും, അതിനൊരു പ്രകാശമാക്കും. അതുകൊണ്ടാണല്ലേ നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഒക്കെ ഈ സക്കാത്ത് കൊടുക്കുമല്ലോ. റമദാൻ മാസത്തിലല്ല, ഏത് മാസത്തിലും സക്കാത്തും സ്വതക്കെല്ലാം കൊടുക്കും. ആ സക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. ഒരു സമ്പാദിച്ചവന്, അവന് മുതലുള്ളവൻ സക്കാത്ത് കൊടുക്കുക ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണല്ലോ, അത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ടതാണല്ലോ മുതലുള്ളവൻ സക്കാത്ത് കൊടുക്കുകയില്ല. അങ്ങനെ അപ്പോൾ നമ്മളെ മുതലിൽ അള്ളാഹു ഒരു പ്രകാശം, ഒരു വെളിച്ചം, അതിനൊരു ഉത്സാഹം, ഒരു ബർക്കത്ത്, അത് കാണാൻ തന്നെ എത്ര ഒരു ബർക്കത്താവും. ഈ സക്കാത്തും കൊടുക്കാതെ മുതലും കൂട്ടി വെച്ച അതിലൊരു ബർക്കത്ത് ഉണ്ടാവില്ല. അതവിടെ ഇരുന്നിട്ട് ബർക്കത്തില്ലാതെ അങ്ങനെ നശിച്ചു പോവാണ്. അതെങ്ങനെയോ ചിലവായി അത് പോവും. പിന്നെ നല്ലതിനും ചിലവാക്കിയില്ല, വെടുക്കിനും ആക്കിയില്ല. എങ്ങനെയോ അത് എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നു, അത് എങ്ങനെ പോയി എന്ന് പോലും എനിക്കറിയില്ല. അതേ രൂപത്തിൽ അവൻ പറയേണ്ട ഗതി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, നമ്മുടെ ഹൃദയം നന്നാവണം. നമ്മുടെ കൽബ് നന്നായിപ്പോയാൽ, നമ്മുടെ ഹൃദയം നന്നായിപ്പോയാൽ നമ്മുടെ ഈമാൻക്ക് വളർച്ച ഉണ്ടാവും, നല്ല വളരും. ആ ഈമാനിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിനും മോമിനുകൾക്കുമായ ഏറ്റവും വലിയ ബാധ്യത. എപ്പോഴാണ് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുക, പിഴച്ചു പോകുക എന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ ഈമാൻ തെറ്റിപ്പോയിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. എത്രയോ ആളുകൾ അതേപോലത്തെ ആളുകൾ, വേറെ ആളുകൾ, എത്രയോ ആളുകൾ ഈമാൻ സ്വീകരിച്ച് വന്നിട്ടുണ്ടല്ലോ. എത്രയോ, അതിലും ജാസ്തി കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക്
അതിൻ്റെ സ്വീകരിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം നന്നാവുക, നമ്മുടെ കൽബ് നന്നാവുക, നമ്മളിൽ നിന്ന് ഉള്ളവരിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇത് ഒരു പ്രശസ്തിക്കോ നാലാൾ കാണണം, നാലാൾ അറിയണം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ സ്വതക്ക ചെയ്താൽ ആ സ്വതക്ക അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അത് ഉൾനാട്ടിയാണ്. അത് ഞാൻ അത്ര കൊടുത്ത്, ഞാൻ ഇത്ര മേടിച്ച്, ഞാൻ അങ്ങനെ കൊടുത്ത്, ഞാനിങ്ങനെ ആക്കി, അങ്ങനെയൊക്കെ പറയുന്നത് അവനക്ക് അഭിമാനത്തിന് വേണ്ടി പറയാണ്. അവൻ്റെ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, അവൻ്റെ പുരോഗമനത്തിന് വേണ്ടി അവന് കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെയാണ്. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ലാതെ അള്ളാഹുവിൽ നിന്നൊരു ഫലവും അവർക്ക് ലഭിക്കുകയില്ല. എല്ലാം അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നാം നൽകുകയാണ് വേണ്ടത് എന്ന് നാം പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അപ്പോൾ ഒന്നൊന്നിനോട് വ്യത്യസ്തമാണ്. ഏതൊരു സാധനമാണെങ്കിലും ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ, ഒരു മൃഗത്തിനെ പോലെയല്ല മറ്റൊരു മൃഗം. അതിൻ്റെ സ്വഭാവം വേറെയാണ്. അതെല്ലാം ഒരേപോലെയാണെങ്കിലും, കാണാനും ഒരേ രൂപമാണെങ്കിലും അവരുടെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഇതേപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടാണ്, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ വരാൻ കാരണമാകുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സഹോദരന്മാരെ, നാം ശുദ്ധമായിരിക്കണം. ഏതുപോലെ ആ ചെളിയും കച്ചറയെല്ലാം വാരി വലിച്ച് പുറത്തെറിഞ്ഞ് നമ്മുടെ ഹൃദയം നല്ല ശുദ്ധമാകണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ അള്ളാഹു എന്നുള്ള ആ വചനം, അള്ളാഹുവിനെ ദിക്റുകൾ കൊണ്ടും ഖുർആനുകളെ കൊണ്ടും നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം. അതുകൊണ്ട് ഖുർആന് ഒരു 30 ആയത്തെങ്കിലും, കുറഞ്ഞത് ഒരു ജുസോദാം, 2 ജുസോദാം, എത്ര വേണമെങ്കിലും നമുക്ക് ഖുർആൻ ഓതാം. കഴിയുന്നത്ര ഖുർആൻ ഓതുകയാണ് നല്ലത്. അപ്പോൾ ഒരു 30 ആയത്തെങ്കിലും ഡെയിലി നാം ഓതാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്കും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.